ശ്രീ സായിറാം. നമ്മളിന്ന് വാതക നിയമങ്ങളിലെ ബോയിൽ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിൻ്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് ബോയിൽ നിയമം പ്രസ്താവിക്കുന്നത്. അതായത് ബോയിൽ നിയമം പറയുന്നത് താപനില സ്ഥിരമായിരിക്കുന്ന സമയത്ത് പ്രഷർ, മർദ്ദവും വ്യാപ്തം, വോളിയവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ്. അതായത് മർദ്ദം കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും, മർദ്ദം കുറയുകയാണെങ്കിൽ വ്യാപ്തം കൂടും. ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ് ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നത്. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ജലത്തിൻ്റെ അടിഭാഗത്ത് മർദ്ദം വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് ജലത്തിൻ്റെ കുമിളകൾക്ക് വലുപ്പം കുറവായിരിക്കും. മുകളിലേക്ക് വരും തോറും മർദ്ദം കുറയുന്നത് കാരണം ജലക്കുമിളകളുടെ വ്യാപ്തം കൂടുകയും കുമിളകൾക്ക് വലുപ്പം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോയിൽ നിയമം കാണിക്കുന്ന റിലേഷൻഷിപ്പ് പ്രഷറും വോളിയവും തമ്മിലുള്ളതാണ്. അപ്പം ബോയിൽ നിയമം പഠിക്കാനുള്ള എളുപ്പമാർഗം പാവം ബോയിൽ എന്ന് ഓർത്താൽ മതി. P for pressure, V for volume.